Okay. TOC, Theory of Computation. Actually 2024 സ്കീമിന് ഈ പേപ്പർ TOC എന്നും 2019 സ്കീമിന് കമ്പ്യൂട്ടർ സയൻസിനും IT-ക്കും 2019 സ്കീമിന് ഈ പേപ്പർ ഫ്ലാറ്റ് എന്ന പേരിലുമാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് രണ്ടും മോറോർലെസ് സെയിം തന്നെയാണ്. വേണമെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്ന TOCയുടെ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. മോറോർലെസ് ഇത് രണ്ടും സെയിം തന്നെയാണ്. ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമാറ്റ തിയറി. ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമാറ്റ തിയറി. ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമാറ്റ തിയറി. TOC എന്ന് പറയുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. ഈ TOC അതേപോലെ ഫ്ലാറ്റ്, ഈ രണ്ട് പേപ്പറിൻ്റെയും പർപ്പസാണ് ഞാൻ ആദ്യം പറയുന്നത്. അല്ലെങ്കിൽ എവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ പുതിയതായിട്ടൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളതിൽ ഇനിഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതിലൊന്നാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മളതിനൊരു ലോക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അല്ല ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ലോക്ക് ചെയ്യുന്നു. പാറ്റേണോ പാസ്വേഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ലോക്ക് ചെയ്യുന്നു. സോ ദാറ്റ് ആ ഒരു പർട്ടിക്കുലർ പാറ്റേൺ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു പാറ്റേൺ എടുക്കുന്നു, U എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പാറ്റേൺ കാണിച്ചെന്നേ ഉള്ളൂ. U എന്ന് പറയുന്ന ഒരു പാറ്റേൺ എടുക്കുന്നു. നമ്മൾ ഇനിഷ്യലി ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നത്? U എന്നുള്ള പാറ്റേൺ അതിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു, അല്ലേ? നമുക്ക് തിരിച്ചൊരു ഇങ്ങോട്ടേക്ക് വരുന്നൊരു മെസ്സേജ് എന്തായിരിക്കും? അതേ പാറ്റേൺ ഒരു തവണ കൂടെ എൻ്റർ ചെയ്യാനായിട്ട്. വീണ്ടും നമ്മൾ സെക്കൻഡ് ടൈം ഇതേ പാറ്റേൺ നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യുന്നു. രണ്ടാമത് എൻ്റർ ചെയ്യുന്ന പാറ്റേണും ആദ്യം എൻ്റർ ചെയ്യുന്ന പാറ്റേണും ഒരേ പാറ്റേൺ ആണെങ്കിൽ മാത്രമേ സിസ്റ്റം അതിനെ എന്ത് ചെയ്യത്തുള്ളൂ? അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ റിജക്റ്റ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ആക്ച്വലി ഈ ഒരു എന്തായിരിക്കും, മാത്തമാറ്റിക്കലി ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് പറയുന്നത് ഈ TOCയിലെ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഡെയിലി ലൈഫിൽ കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട്, കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസിനെ മാത്തമാറ്റിക്കലി പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് TOC അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. കമ്പൈലർ ഡിസൈനിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വരുന്നതാണ് ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ TOC എന്ന് പറയുന്നത്. കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ്. TOC അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ അടുത്ത സ്റ്റേജാണ് കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്നത്. എനിവേ, ഡയറക്റ്റായിട്ട് ഞാൻ TOC എന്നുള്ള സബ്ജക്റ്റിലോട്ട് പോവുകയാണ്. TOC എന്നുള്ള സബ്ജക്റ്റിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ TOCയുമായിട്ട് ബന്ധപ്പെട്ട 3 ടേം ഉണ്ട്. ഫസ്റ്റ് വൺ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ. ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ. സെക്കൻഡ് വൺ DFA, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. തേർഡ് വൺ NFA, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഇങ്ങനെ 3 ടേം ഉണ്ട്. ഫസ്റ്റ് വൺ FSA, ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ. സെക്കൻഡ് വൺ DFA, ദാറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. തേർഡ് വൺ NFA, ദാറ്റ് ഈസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഇങ്ങനെ 3 ടേംസ് വരുന്നുണ്ട്. എന്താണ് ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ? എന്താണ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ? എന്താണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ? ഫസ്റ്റ് വൺ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ. ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എടുക്കുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 എലമെൻറ്റ്സ്. 5 എലമെൻറ്റ്സ് എന്നോ 5 ട്യൂപ്പിൾ എന്നോ പറയും. 5 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 5 ട്യൂപ്പിൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 5 ട്യൂപ്പിൾ. എന്താണ് ആ എലമെൻറ്റ്സ്? സോ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് 5 എലമെൻ്റ് ഉണ്ട്. 5 എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് M = ക്യാപിറ്റൽ Q, സിഗ്മ, ഡെൽറ്റ, Q0, F. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ Q, സിഗ്മ, ഡെൽറ്റ, Q0, F. ഇങ്ങനെ 5 എലമെൻ്റ്. ക്യാപിറ്റൽ Qനെ we call it as set of states. Set of states. Capital Q. Sigma, input alphabets. Sigma, input alphabets. Input alphabets.
delta transition function. Delta we call it as transition function. Call it as transition function. Then Q naught, initial state. Q naught, initial state. Capital F, final state. Capital F, final state. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു FSA എടുക്കുവാണെങ്കിൽ, ഫൈനൽ സ്റ്റേറ്റ് ഓട്ടോമേറ്റഡ് എടുക്കുവാണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ട്രാൻസിഷൻ ഡയഗ്രാം, സെക്കൻഡ് വൺ ബൈ യൂസിങ് ട്രാൻസിഷൻ ടേബിൾ. എന്തൊക്കെയാണ്? ഒന്ന് ട്രാൻസിഷൻ ഡയഗ്രാം, ദാറ്റ് ഈസ് ട്രാൻസിഷൻ ഡയഗ്രാം അപ്രോച്ച്, ആൻഡ് സെക്കൻഡ് വൺ ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ച്. ഫസ്റ്റ് വൺ ട്രാൻസിഷൻ diagram approach. Transition diagram approach. Second one transition table approach. Transition table approach. First one നോക്കിക്കോണേ, ട്രാൻസിഷൻ ഡയഗ്രാം അപ്രോച്ച്. ട്രാൻസിഷൻ ഡയഗ്രാം അപ്രോച്ചിൽ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവണം, അതേപോലെ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവണം. ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവണം, അതേപോലെ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവണം. ഇനീഷ്യൽ സ്റ്റേറ്റ് കാണിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Q0 ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇതായിരിക്കും ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റിനെ എപ്പോഴും നമ്മൾ കാണിക്കുന്നത് എന്തായിരിക്കും? ഫൈനൽ സ്റ്റേറ്റ് കാണിക്കുന്നത് ഡബിൾ സർക്കിളിലായിരിക്കും കാണിക്കുന്നത്. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് കാണിക്കുന്നത് ഒരു ആരോ മാർക്കും, ഫൈനൽ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്തായിരിക്കും? ഒരു ഡബിൾ സർക്കിളിലും ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ട്രാൻസിഷൻ ഡയഗ്രാം അപ്രോച്ച്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കുവാണ്. Q0യ്ക്ക് A എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നു, Q0യിൽ തന്നെ നിൽക്കുന്നു. Q0യ്ക്ക് B എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നു, Q1ലോട്ട് പോകുന്നു. അതേപോലെ Q1ന് A എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നു, Q0യിലോട്ട് പോകുന്നു. Q1ന് B എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നു, അത് Q1ൽ തന്നെ പോകുന്നു. ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് Q0ക്ക് A കൊടുക്കുമ്പോൾ Q0 അങ്ങനെ ഒരു ചോദ്യമില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ Q സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടെ സ്റ്റേറ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഈ ഒരു തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? Q0യും Q1ഉം. ഇപ്പോൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 അതേപോലെ Q1, ഇത് രണ്ടുമായിരിക്കും സെറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ ഇൻപുട്ട് ആൽഫബറ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏതാ? എയും അതേപോലെ ബിയും. എയും അതേപോലെ ബിയും ഇൻപുട്ട് ആൽഫബറ്റ്. ദെൻ ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസിഷൻ ഫംഗ്ഷൻ അതെന്താണെന്നുള്ളത് പറയാം. വേറെ ഒന്നുമല്ല, ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് Q0, A ഇങ്ങനെ കൊടുത്തു എന്ന് വെച്ചോ. Q0യ്ക്ക് A കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഇറ്റ് ഗോസ് ടു Q0 ആണല്ലോ. ഈ തന്നിരിക്കുന്ന ഡയഗ്രാം വെച്ചിട്ട് Q0യ്ക്ക് A എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? Q0യിലോട്ട്. അതേപോലെ Q0യ്ക്ക് B എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? Q1ലോട്ട്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ Q1ന് ഡെൽറ്റ ഓഫ് Q1, A. Q1ന് A എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് Q0യിലോട്ട് പോകുന്നു. അതേപോലെ Q1ന് B എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ടേക്ക് പോകുന്നു? Q1ലോട്ട് തന്നെ പോകുന്നു. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിന് 4 ട്രാൻസിഷൻ ഫംഗ്ഷനാണ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ, ട്രാൻസിഷൻ ഫംഗ്ഷൻ ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റ്. ഈ തന്നിരിക്കുന്നതിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് തിരിച്ചറിയാനായിട്ട് എപ്പോഴും ഇതുപോലൊരു ഇങ്ങനെ ഒരു ലൈൻ കാണിച്ചിരിക്കും, ഇനിഷ്യൽ സ്റ്റേറ്റ് തിരിച്ചറിയാനായിട്ട്. അപ്പം ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 തന്നെയാണ്. ഫൈനൽ സ്റ്റേറ്റ് തിരിച്ചറിയാനായിട്ട് ട്രാൻസിഷൻ ഡയഗ്രത്തിൽ ഫൈനൽ സ്റ്റേറ്റ് തിരിച്ചറിയാനായിട്ട് ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Q1 ആണ്. ഓക്കെ, സോ FSA ഫൈനൽ സ്റ്റേറ്റ് ഓട്ടോമേറ്റർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 elements: capital Q, sigma, delta, Q0 and F. Q set of states, sigma input alphabet, delta transition function, Q0 initial state and F is the final state. Clear? This is the transition diagram approach. രണ്ടാമതൊരു അപ്രോച്ച് ഉണ്ട്, ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ച്. ഓക്കെ, ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ചിൽ
ഈ വരച്ചിരിക്കുന്ന ഡയഗ്രത്തിനെ നമ്മളൊരു ടേബിളിലോട്ട് മാറ്റുക. ഓക്കെ, ടേബിളിലോട്ട് മാറ്റുന്നു. ആ ടേബിൾ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റ് അതിനെ Q0 ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് Q1, അത് ഒരു സിംഗിൾ സർക്കിൾ കാണിച്ചാൽ മതി. ഓക്കെ, ട്രാൻസിഷൻ ഡയഗ്രത്തിൽ ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ ഡബിൾ സർക്കിളിലാണ് കാണിക്കുന്നത് അല്ലേ? നേരെ മറിച്ച് ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ചിൽ സിംഗിൾ സർക്കിളിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ഏതൊക്കെയാണ് നമ്മൾ എടുത്തത്? എയും അതേപോലെ എന്തായിരുന്നു ബിയും. Q0ക്ക് എ എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തിലോട്ട് തന്നെ പോകുന്നു? Q0യിൽ തന്നെ പോകുന്നു. Q0ക്ക് ബി എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? Q1ലോട്ട്. അതേപോലെ Q1ന് എ എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. Q1ന് എ എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? Q1ന് എ കൊടുക്കുന്ന സമയത്ത് Q0ലോട്ട് പോകുന്നു. അതേപോലെ Q1ന് ബി എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തിലോട്ടാണ് പോകുന്നത്? Q1ന് ബി എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q1ൽ തന്നെ പോകുന്നു. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം നമ്മളിവിടെ നോക്കിയത് എന്താണ് ഫൈനൽ സ്റ്റേറ്റ് ഓട്ടോമേറ്റ. അതായത് അതിനു മുന്നേ TOCയുടെ അപ്ലിക്കേഷൻ, വേർ വി ആർ യൂസിങ് ദ TOC. ഓക്കെ, അതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ടേംസ് വരും. പുതിയതായിട്ട് ഇങ്ങനെ കുറേ ടേംസ് വരും. ലാംഗ്വേജ്, സ്ട്രിങ്, അതേപോലെ എന്താ ട്രാൻസിഷൻ ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടേംസ് വരും. ഫസ്റ്റ് ആ ടേംസ് ഫെമിലിയറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സോ ഫൈനൽ സ്റ്റേറ്റ് ഓട്ടോമേറ്റ എടുത്താൽ അതിനകത്ത് 5 എലമെന്റ് കാണും, അല്ലെങ്കിൽ അതിനെ 5 ട്യൂപ്പിൾ എന്ന് പറയാം. M സ്റ്റാൻഡ്സ് ഫോർ മെഷീൻ. M ക്യാപിറ്റൽ Q, സിഗ്മ, ഡെൽറ്റ, Q0 ആൻഡ് F. ഓക്കെ, സോ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സിഗ്മ ഇൻപുട്ട് ആൽഫബറ്റ് ആണ്. ഡെൽറ്റ എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ, Q0 എന്ന് പറയുന്ന ഇനിഷ്യൽ സ്റ്റേറ്റും F എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റും. 2 അപ്രോച്ച് ഉണ്ട്. ട്രാൻസിഷൻ ഡയഗ്രാം അപ്രോച്ച് ഉണ്ട്, ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ച് ഉണ്ട്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ട്രാൻസിഷൻ ഡയഗ്രാം അപ്രോച്ചും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ചും. ട്രാൻസിഷൻ ഡയഗ്രാം അപ്രോച്ചിൽ Q0, Q1 2 സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനിഷ്യൽ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് ആരോ മാർക്ക്, ഫൈനൽ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് ഡബിൾ സർക്കിൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, Q0ക്ക് എ കൊടുക്കുന്ന സമയത്ത് Q0യിൽ തന്നെ പോകുന്നു. Q0ക്ക് ബി എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ Q1ലോട്ട് പോകുന്നു. Q1ന് എ അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q0യും Q1ന് ബി അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q1. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചതാണ്. ഇതിനെ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസുമായിട്ട് മാച്ച് ചെയ്യുക. സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് ഇവിടെയുള്ളത്? Q0യും Q1ഉം. സോ ക്യാപിറ്റൽ Q ഈക്വൽ ടു Q0, Q1. ഇൻപുട്ട് ഏതൊക്കെയാണ് ഉള്ളത്? എയും ബിയും. സിഗ്മ ഈക്വൽ ടു A, B. ട്രാൻസിഷൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാ? 4 ട്രാൻസിഷൻ ഫംഗ്ഷൻസ്. ഡെൽ ഓഫ് Q0, A എന്ന് പറയുന്ന Q0 ആണ്. Q0, B എന്ന് പറയുന്നത് Q1. അതേപോലെ ഡെൽ ഓഫ് Q1, A എന്ന് പറയുന്നത് Q0യും Q1, B എന്ന് പറയുന്നത് Q1. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റ് Q0 തന്നെയാണ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1 ആണ്. ഓക്കെ, രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്ന ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ച്. ട്രാൻസിഷൻ ടേബിൾ അപ്രോച്ചിൽ ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ്, ഇത് ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റിനെ ഇവിടെ സിംഗിൾ സർക്കിളിലാണ് കാണിക്കുന്നത്. എ എന്നുള്ള ഇൻപുട്ട്, ബി എന്നുള്ള ഇൻപുട്ട്. Q0ക്ക് എ എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q0യിൽ തന്നെ പോകുന്നു. Q0ക്ക് ബി എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q1ൽ പോകുന്നു. അതേപോലെ Q1ന് എ എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q0യും Q1ന് ബി അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q1. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് FSA കംപ്ലീറ്റഡ്. ഓക്കെ, സോ നമ്മൾ ഇനിഷ്യൽ വീഡിയോയിൽ FSA എന്താണെന്ന് നോക്കി, ഫൈനൽ സ്റ്റേറ്റ് ഓട്ടോമേറ്റ എന്താണെന്ന് നോക്കി. സെക്കൻഡ് വീഡിയോയിൽ DFA എന്താണ്, അതേപോലെ DFA ബേസ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലവും നോക്കിയായിരുന്നു. ഓക്കെ, അവിടെ തന്നെ DFAയും NFAയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞായിരുന്നു. ഞാൻ ആ ഒരു കോൺസെപ്റ്റ് ഒന്നുകൂടെ പറയുവാണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ DFA ആൻഡ് NFA സാധാരണ ചോദിക്കുന്നതാണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ DFA, അതായത് നോട്ട് ഓൺ DFA, അതേപോലെ NFA. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ DFA ആൻഡ് NFA? ഓക്കെ, എത്രയാണ്? സോ ഞാനിവിടെ 2 സ്റ്റേറ്റ് എടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി Q0യും Q1ഉം. ക്യാപിറ്റൽ Q ഈക്വൽ ടു Q0, അതേപോലെ Q1. 2 സ്റ്റേറ്റ് എടുത്തു. അതേപോലെ 2 ഇൻപുട്ട് എടുക്കുന്നു. സിഗ്മ ഈക്വൽ ടു A, B. DFAയും NFAയും തമ്മിലുള്ള ഡിഫറൻസ്. DFAയുടെ ഒരു മോഡൽ വരയ്ക്കുവാണ്. ഞാൻ DFAയുടെ ഒരു മോഡൽ ഇവിടെ വരയ്ക്കാം. അതേപോലെ NFAയുടെ ഒരു മോഡൽ വരയ്ക്കാം. DFAയുടെ ഒരു മോഡൽ വരയ്ക്കുക. Q0 A എന്നുള്ള ഇൻപുട്ടിന് Q0യിൽ തന്നെ വരുന്നു. Q0
ബി എന്നുള്ള ഇൻപുട്ടിന് Q1 പോകുന്നു. ഇത് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കാം. ഇതിനെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ടും എടുക്കാം. അതേപോലെ Q1 ബി കൊടുക്കുന്ന സമയത്ത് Q0 Q1 എ കൊടുക്കുന്ന സമയത്ത് Q1 ഇങ്ങനെ എടുത്തു. ഇൻപുട്ട് എയും ബിയും Q0 രണ്ട് ഇൻപുട്ടും കൺസ്യൂം ചെയ്തിട്ടുണ്ടോ? Q0 എയും കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ബിയും കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതേപോലെ Q1 രണ്ട് ഇൻപുട്ടും കൺസ്യൂം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. Q1 എ എന്നുള്ള ഇൻപുട്ടും കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ബി എന്നുള്ള ഇൻപുട്ടും കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇതാണ് DFAയുടെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 1. സെക്കൻഡ് കണ്ടീഷൻ, Q0 എ എന്നുള്ള ഇൻപുട്ട് കൊടുത്തപ്പോൾ Q0 വന്നു. അത് Q0 വരാം, അല്ലെങ്കിൽ Q1 വരാം. എനിവേ ഇവിടെ Q0 എ എന്നുള്ള ഇൻപുട്ട് കൊടുത്ത സമയത്ത് Q0 വന്നു. Q0 എ എന്നുള്ള ഇൻപുട്ട് കൊടുത്ത സമയത്ത് Q0 അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻപുട്ടിലോട്ട് പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പോൾ Q0 എ എന്നുള്ള ഇൻപുട്ട് Q0 വന്നു. ഇതേ Q0 എ എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ Q1 പോകുന്നു. നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ DFA സംബന്ധിച്ചിടത്തോളം ഈ മോഡൽ തെറ്റാണ്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് ഒരു നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അതായത് Q0 എ എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ അത് സംടൈംസ് Q0 തന്നെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ Q1 ആയിരിക്കും. ഇനി Q0 Q1 ഏതിലെങ്കിലും ഒന്നിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേറ്റ് അതേ ഇൻപുട്ടിന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകാൻ പാടില്ല. DFA സംബന്ധിച്ചിടത്തോളം പോകാൻ പാടില്ല. ഇതാണ് DFAയുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. DFAയുടെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് Q0 എന്നുള്ള ഒരു സ്റ്റേറ്റ്. ഓക്കെ, Q0 എന്നുള്ളൊരു സ്റ്റേറ്റ് ഓക്കെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തല്ലോ, എന്തായിരുന്നു? സ്ട്രിങ്സ്, അതായത് ഇൻപുട്ട് ആൽഫബറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എയും ബിയും, സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് =A, B ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കണ്ടീഷൻ നമ്മൾ എന്ത് പറഞ്ഞു? സ്ട്രിങ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ എന്ന് പറഞ്ഞു അല്ലെ? സ്ട്രിങ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ, എന്ന് പറഞ്ഞു. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ലാംഗ്വേജ് എഴുതിയായിരുന്നു. ലാംഗ്വേജ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞു. എ എഴുതാം, പിന്നെ അടുത്തത് എന്തുവാ? എ എഴുതാം അല്ലേ? അതുപോലെ AB എഴുതാം, AB A എഴുതാം അല്ലെ? ഇതെല്ലാം വാലിഡ് സ്ട്രിങ്ങാണ്. പക്ഷേ BA എന്നുള്ളത് അല്ലെങ്കിൽ B എന്നുള്ളത് ഇൻവാലിഡ് ആണ്. അതേപോലെ BA എന്നുള്ളത് ഇൻവാലിഡ് ആണ്. അതായത് ഇനിഷ്യലി ബിയിൽ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ തേർഡ് കണ്ടീഷനാണ് പറയുന്ന DFAയുടെ. Q0 ഇനിഷ്യൽ സ്റ്റേറ്റ് എടുത്തു, എ എന്നുള്ളൊരു സ്ട്രിങ് എടുത്തു, അത് വാലിഡ് ആണ്. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത് ബേസിക്സ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 2-3 വീഡിയോകളായിരിക്കും ബേസിക്സ് കോൺസെപ്റ്റ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ആ ടേംസ് ഒക്കെ ഉണ്ട്. സോ എ എന്ന് പറയുന്നത് ഒരു ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് ആണെങ്കിൽ ഇറ്റ് ഷുഡ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. അതായത് Q0 എ കൊടുത്തു കഴിഞ്ഞാൽ Q1 എത്തണം. ഓക്കെ, ഇനി ബി എന്നുള്ളത്, ഇനി അടുത്ത എ എടുത്തു എന്ന് വെച്ചോ. എ അതും വാലിഡ് ആണല്ലോ. അപ്പോൾ ഇവിടെ എ കൊടുത്തു. ഇനി എ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, എന്നാലേ എനിക്ക് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ആവത്തുള്ളൂ. ഇനി AB എടുത്താലോ, അവിടെയും വാലിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ അവിടെ എന്തുമായിരിക്കണം? ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആവണം. AB എടുത്താലും ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആവണം. ഓക്കെ, ഇനി AB A എടുത്താലോ, ആ കേസിലും ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആവണം. A B A അവിടെ എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആകണം. ഓക്കെ ആണല്ലോ? യെസ്. നൗ ഒരു ഇൻവാലിഡ് സ്ട്രിങ് എടുത്തേ. B എന്ന് പറയുന്ന ഒരു ഇൻവാലിഡ് സ്ട്രിങ് എടുത്തു, അല്ലെങ്കിൽ BA എന്ന് പറയുന്ന ഒരു ഇൻവാലിഡ് സ്ട്രിങ് എടുത്തു. ഈ കേസിലോ ഇറ്റ് ഷുഡ് നോട്ട് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. സോ Q0 B എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ ഇത് പോവേണ്ടത് ഒരു ഡെഡ് സ്റ്റേറ്റിലോട്ടായിരിക്കണം. ആ ഡെഡ് സ്റ്റേറ്റിന് ഇത് Q1 എടുത്തത് കൊണ്ട് വേണമെങ്കിൽ Q2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ Q5 എന്ന് എടുക്കാം. ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഞാനിതിനെ Q2 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇറ്റ് ഷുഡ് റീച്ച് ദ ഡെഡ് സ്റ്റേറ്റ് ബിക്ക്. ഇനി BA വന്നാലോ സ്റ്റിൽ ഡെഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം. ഇനി B വന്നാലോ ആ സമയത്തും ഡെഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് DFA എന്ന് പറയുന്നത്.
നേരെ മറിച്ച് NFA ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഈ കേസിൽ Q0 എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് A കൊടുത്തു. A കൊടുത്ത സമയത്ത് Q0 പോകുന്നു. അതേ ഇൻപുട്ടിന് വേറെയും സ്റ്റേറ്റിലോട്ട് പോവാം. Q0ക്ക് A എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ Q1 പോവാം. അതേ Q0ക്ക് A എന്നുള്ള ഇൻപുട്ടിന് Q2 പോവാം. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് ഒന്നിൽ കൂടുതൽ നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് പോവാം. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് ഒന്നിൽ കൂടുതൽ നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് പോവാം. ഏതിൻ്റെ കേസിലാണ്? NFAയുടെ കേസിൽ. DFAയുടെ കേസിൽ അത് പോസിബിൾ അല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് DFA. ഓക്കെ ആണല്ലോ. ഇതാണ് NFAയും DFAയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ ഇൻപുട്ടും എല്ലാ സ്റ്റേറ്റും കൺസ്യൂം ചെയ്യണമെന്നില്ല. NFAയുടെ കേസിൽ എല്ലാ ഇൻപുട്ടും എല്ലാ സ്റ്റേറ്റും എല്ലാ ഇൻപുട്ടും കൺസ്യൂം ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ എടുത്തിരിക്കുന്നത് എയും ബിയും നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്തിരിക്കുന്നത്. NFAക്ക് ഇവിടെ Q0ക്ക് A കൊടുത്തു. A കൊടുത്തപ്പോൾ ഇതെന്താ Q0 തന്നെ പോയി. ഞാനിവിടെ B ഇവിടെ കാണിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ, അത്രേ. ദിസ് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ NFA ആൻഡ് DFA. ഇപ്പം നമ്മളിപ്പം 3 വീഡിയോയിലായിട്ട് നോക്കിയത്. ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് TOC, അതായത് TOCയുടെ അപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സും കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞായിരുന്നു. സെക്കൻഡ് വീഡിയോയിൽ DFA എന്താണെന്ന് പറഞ്ഞു. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, അതിൻ്റെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. തേർഡ് വീഡിയോയിൽ NFAയും DFAയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ DFA ആൻഡ് NFA ഇത് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇങ്ങനെ 3 വീഡിയോയിലായിട്ട് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ DFAയും അതിൻ്റെ ബേസ് ചെയ്ത് വരുന്ന കുറേ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫോളോഡ് ബൈ NFA അതിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്, ആ ഒരു ഇതുകൂടെ പറയുവാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അത് പറയുക. ഓക്കെ, യെസ്. സോ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ ഓൾറെഡി നമ്മൾ നോക്കിയത്. ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എന്താണെന്ന് നോക്കി. ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 എണ്ണം. ഒന്ന് DFA, അതേപോലെ NFA. DFA ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, NFA നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഫസ്റ്റ് DFA. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് DFA എന്താണ്, അതേപോലെ NFA എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ DFA ആൻഡ് NFA. ആൻഡ് ഒരു മോഡൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് ആണോ, അതോ ആ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റഡ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്ന ആൻഡ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ DFA ആൻഡ് NFA. സോ DFA എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ പറഞ്ഞതുപോലെ DFAക്കകത്ത് 5 ട്യൂപ്പിൾ അല്ലെങ്കിൽ 5 എലമെൻ്റ് ആണ്. M = ക്യാപിറ്റൽ Q സിഗ്മ ഡെൽ Q0 F നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതിനകത്ത് അക്സെപ്റ്റഡ് സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. അക്സെപ്റ്റഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ആദ്യം സ്ട്രിങ് എന്താണെന്ന് അറിയണം. എക്സാമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: DFA വിത്ത് സ്ട്രിങ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് A യൂസിങ് ദ ഇൻപുട്ട് ആൽഫബറ്റ് സിഗ്മ = A, B. അതായത് ഇൻപുട്ട് ആൽഫബറ്റ് എയും ബിയും യൂസ് ചെയ്ത് DFA ഡിസൈൻ ചെയ്യണം. പക്ഷേ DFA ഡിസൈൻ ചെയ്യുമ്പം എല്ലാ സ്ട്രിങ്ങും എയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലാംഗ്വേജ് എഴുതുക. വി കോൾ ഇറ്റ് ആസ് ലാംഗ്വേജ്. സ്ട്രിങ്സ് ഉണ്ട്, കുറേ സ്ട്രിങ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് സ്ട്രിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ L = ഫസ്റ്റ് വൺ A എടുത്തു. ഓക്കെ, AB എടുത്തു, AB എടുത്തു, AB എടുത്തു. ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ്. ഒരു ഇൻവാലിഡ് സ്ട്രിങ് ഞാൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം B എടുത്തു അല്ലെങ്കിൽ BA എടുത്തു. ഇത് ഇൻവാലിഡ് സ്ട്രിങ് ആണ്. കാരണം എന്താ, സ്ട്രിങ് സ്റ്റാർട്ടിങ് വിത്ത് A എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇൻവാലിഡ് സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻവാലിഡ് സ്ട്രിങ് ആയിരിക്കും. എത്ര? യെസ്. അപ്പം സ്റ്റാർട്ടിങ് വിത്ത് AB ഇങ്ങനെ എക്സാമ്പിളായിട്ട് എടുക്കാം. ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവാലിഡ് സ്ട്രിങ്. അപ്പോൾ ആദ്യത്തേത് വാലിഡ് സ്ട്രിങ്ങും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻവാലിഡ് സ്ട്രിങ്ങും ആണ്. ഓക്കെ, യെസ്. ഇതിൻ്റെ മോഡൽ വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മിനിമം സ്ട്രിങ് എടുക്കുക. മിനിമം സ്ട്രിങ് എനിക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന മിനിമം സ്ട്രിങ് എന്ന് പറയുന്നത് A ആണ്. അതിൻ്റെ ലെങ്തോ ഒന്നേ ഉള്ളൂ. അപ്പോൾ ലെങ്ത് 1 ആയിട്ട് എടുത്തു. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് n+1 ആയിരിക്കും. അതായത് ലെങ്ത് 1 ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n+1 ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ ലെങ്ത് 1 ആയതുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പം ഇവിടെ 2 സ്റ്റേറ്റാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഒരു സ്റ്റേറ്റിനെ Q0 എന്നും രണ്ടാമത്തെ സ്റ്റേറ്റിനെ നമുക്ക്
Q1 എന്നും എടുക്കാം. ആദ്യത്തെ സ്റ്റേറ്റ് Q0, രണ്ടാമത്തത് Q1 ആയിട്ടും എടുക്കാം. Q0ക്ക് എ എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് Q1 പോകുന്നു. ഞാനൊരു ഇത് മോഡൽ വരച്ചിരിക്കുവാണ്. ഈ മോഡൽ അക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ദാറ്റ് വി ക്യാൻ സീ ലേറ്റർ. ഓക്കെ, ഇപ്പോൾ Q0ക്ക് എ എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q1 പോകുന്നു. ഇതേ Q0ക്ക് ബി അപ്ലൈ ചെയ്താലോ? ബി പോസിബിൾ ആണോ? ഇനിഷ്യൽ സ്ട്രിംഗ് എന്ന് പറയുന്നത് ബി പോസിബിൾ ആണോ? അല്ല. അപ്പോൾ Q0ക്ക് ബി എന്നുള്ള ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ ഇറ്റ് ഹാസ് ടു ഗോ ടു ഡെഡ് സ്റ്റേറ്റ്. Q0ക്ക് ബി എന്നുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഗോ ടു ഡെഡ് സ്റ്റേറ്റ്. ആ ഡെഡ് സ്റ്റേറ്റിന് ഇത് Q0 Q1 അല്ലേ, Q2 എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Q5 എന്ന് പറഞ്ഞിട്ട് അങ്ങ് എടുത്തു. ഇറ്റ് ഷുഡ് റീച്ച് ദ ഡെഡ് സ്റ്റേറ്റ്. അപ്പോൾ Q0ക്ക് ബി കൊടുത്താൽ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോയി. ഇനി എത്ര എ കൊടുത്താലും എത്ര ബി കൊടുത്താലും, അതായത് ഫോർ എക്സാമ്പിൾ ബി എ അല്ലെങ്കിൽ ബി എ ബി അല്ലെങ്കിൽ ബി ബി എ എന്ത് കൊടുത്താലും എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് റീച്ച് ഡെഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം ഇത് വീണ്ടും വീണ്ടും പോവേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഇൻപുട്ടും എടുത്തു. എയും ബിയും ആണല്ലോ ഇൻപുട്ട്. Q5ന് എ എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ബി എ ഡെഡ് സ്റ്റേറ്റ് ആണ്. ഇനി അതല്ല, ഞാനിവിടെ ബി കൊടുത്തു എന്ന് അസ്യൂം ചെയ്യുക. ബി ബി ആ സമയത്തും എന്ത് തന്നെയാണ്? ഡെഡ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് ബി വരുവാണെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന പ്രോബ്ലം വെച്ചിട്ട് വി ഷുഡ് ഗോ ടു ഡെഡ് സ്റ്റേറ്റ്. ഇനിഷ്യൽ സ്റ്റേറ്റ് എ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതായത് ആദ്യം എ വരണം. തന്നിരിക്കുന്ന ആൽഫബറ്റ് എയും ബിയും ആയതുകൊണ്ട് എയും ബിയും സിയും ആണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ല, ഫോർ എക്സാമ്പിൾ എയ്ക്കും ബിക്കും പകരം 1ഉം 2ഉം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ. ഇൻപുട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മോഡൽ ഡിസൈൻ ചെയ്യുക. ആ മോഡൽ എന്താണോ നമ്മുടെ ചോദ്യം, ആ ചോദ്യത്തിന് സാധൂകരിക്കുന്നതായിരിക്കണം ആ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, L = എ ബി ഇങ്ങനെ എഴുതി. ഓക്കെ, ഇത്ര വരച്ചു. ഇനി വാലിഡ് ആയിട്ടുള്ള കുറേ സ്ട്രിങ് എടുക്കുന്നു. ആദ്യം എ വാലിഡ് ആണോ? ആണ്. ഓക്കെ, ഇനി അടുത്തത് എ ആണ് വരുന്നതെങ്കിലോ അതും വാലിഡ് ആണ്. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ നോക്കിക്കോണേ. ഇനി അതായത് എ വാലിഡ് ആയതുകൊണ്ട് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. വീണ്ടും എ കൊടുക്കുന്നു. എ വാലിഡ് ആണല്ലോ, സ്റ്റിൽ വി ഷുഡ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയുണ്ട്. ഇനി എ ബി ആണെങ്കിലോ വാലിഡ് ആണോ? അതെ, വാലിഡാ. ഓക്കെ, എ ബി. സോ ഇറ്റ് ഷുഡ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ എ ബി ആണെങ്കിലും ഇറ്റ് ഷുഡ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ DFAയുടെ മോഡൽ എന്ന് പറയുന്നത്. ഒരു മോഡൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ മോഡലിൽ എക്സാമ്പിൾസ് കൊടുത്ത് നോക്കുക. അതായത് ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്ട്രിങ്ങും കൊടുത്ത് നോക്കുക, അക്സെപ്റ്റഡ് അല്ലാത്ത സ്ട്രിങ്ങും കൊടുത്ത് നോക്കുക. ഞാനൊരു ലെങ്തിയർ ആയിട്ടുള്ളൊരു സ്ട്രിങ് എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ എ ബി ഇങ്ങനെ ഒരു സ്ട്രിങ് എടുക്കുന്നു. എ ബി വാലിഡ് സ്ട്രിങ് ആണോ? വാലിഡ് സ്ട്രിങ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. ഇൻവാലിഡ് സ്ട്രിങ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇത്ര. ഇപ്പോൾ എ ബി എന്ന് എടുത്തു. ആദ്യം എ കൊടുത്തു, അടുത്തത് ബി, വീണ്ടും എ, വീണ്ടും ബി. ഓക്കെ, വാലിഡ് സ്ട്രിങ് ആണല്ലോ? ആണ്. അതേപോലെ ഞാൻ ബി എ എന്ന് കൊടുത്തു. ബി എ വാലിഡ് സ്ട്രിങ് ആണോ? അല്ല. സോ ഇറ്റ് ഷുഡ് നോട്ട് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് DFA എന്ന് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റർ. ഒന്നുകൂടെ ഞാൻ പറയുവാണ്. FSA ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. DFA എടുക്കുവാണെങ്കിൽ 5 ട്യൂപ്പിൾ ആണ്. M = ക്യാപിറ്റൽ Q, സിഗ്മ, ഡെൽറ്റ, Q0 and F. ഇതിൽ അക്സെപ്റ്റഡ് സ്ട്രിങ് എന്ന് പറയുന്നത് വി ഷുഡ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. അക്സെപ്റ്റഡ് സ്ട്രിങ് അല്ലെങ്കിൽ വി ഷുഡ് നോട്ട് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇത്ര. എക്സാമ്പിളായിട്ട് എന്താണ് അക്സെപ്റ്റഡ് സ്ട്രിങ് എന്നുള്ളത് മനസ്സിലാക്കാൻ എക്സാമ്പിളായിട്ട് DFA വിത്ത് സ്ട്രിങ് സ്റ്റാർട്ടിംഗ് വിത്ത് എ യൂസിങ് ഇൻപുട്ട് ആൽഫബറ്റ് സിഗ്മ = A, B. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജ് എഴുതുക. L = A, അതേപോലെ AB ഇങ്ങനെ കുറേ സ്ട്രിങ്സ് നമ്മൾ എഴുതി. മിനിമം സ്ട്രിങ് എന്ന് പറയുന്നത് A ആണ്, അതിൻ്റെ ലെങ്ത് 1 ആണ്. നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റേറ്റ് 2 ആണ്. ഓക്കെ, ഇത്ര. ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള കുറേ സ്ട്രിങ്സ് എഴുതുവാണ്. A, അതേപോലെ AB, ദെൻ AB ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള കുറേ സ്ട്രിങ്സ് ആണ്. ഇൻവാലിഡ് ആയിട്ടുള്ള കുറേ സ്ട്രിങ്സ് BA, BAB, BBA ഇതെല്ലാം ഇൻവാലിഡ് ആയിട്ടുള്ള സ്ട്രിങ്സും ആണ്. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽ ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് 2 ആയതുകൊണ്ട് Q0 Q1 രണ്ട് സ്റ്റേറ്റ് ആദ്യമേ വരയ്ക്കുക. Q0 ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുക, Q1 ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടും എടുക്കുക. ഓക്കെ, ഇത്ര. Q0 A കൊടുത്താൽ Q1 ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആയി, ഇപ്പോൾ വാലിഡ് ആണ്. ഇനി അടുത്തത് Q0 B കൊടുക്കുകയാണെങ്കിൽ Q5 പോയി, അതായത് ഇൻവാലിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് Q5 പോകുന്നത്. ഓക്കെ, ഇത്ര. അവിടെ ഇനി എത്ര എയോ എത്ര ബിയോ കൊടുത്തു കഴിഞ്ഞാലും ഇൻവാലിഡ് തന്നെ ആയിരിക്കും. ഇനി എ കൊടുത്താലോ അതേപോലെ എന്തുവാ എ ബി കൊടുത്താലോ വാലിഡ് ആണ്. ഓക്കെ, എ കൊടുത്താലോ എ ബി കൊടുത്താലോ വാലിഡ് ആണ്. ഓക്കെ, എത്ര.
യെസ്, ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം ബേസ്ഡ് ഓൺ DFA. ഇനി DFAക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻപുട്ട് ഏതൊക്കെയാണ്? എയും ബിയും ആണ് അല്ലേ. സോ എല്ലാ ഇൻപുട്ടും എല്ലാ സ്റ്റേറ്റും യൂസ് ചെയ്തിരിക്കണം. എല്ലാ ഇൻപുട്ട്സും എല്ലാ സ്റ്റേറ്റും യൂസ് ചെയ്തിരിക്കണം. ഇതിനകത്ത് എത്ര സ്റ്റേറ്റ് ഉണ്ട്? Q0 ഉണ്ട്, അതേപോലെ Q1 ഉണ്ട്. Q0 എന്നുള്ളത് 2 ഇൻപുട്ടും യൂസ് ചെയ്തിരിക്കണം. എയും യൂസ് ചെയ്തിരിക്കണം, ബിയും യൂസ് ചെയ്തിരിക്കണം. അതേപോലെ Q1 എന്ന് പറയുന്നതും എല്ലാ ഇൻപുട്ടും യൂസ് ചെയ്തിരിക്കണം. അതായത് എയും യൂസ് ചെയ്തിരിക്കണം, അതേപോലെ ബിയും യൂസ് ചെയ്തിരിക്കണം. ഇവിടെ Q0 എ യൂസ് ചെയ്തിട്ടുണ്ട്, ബി യൂസ് ചെയ്തിട്ടുണ്ട്. Q1ഉം എ യൂസ് ചെയ്തിട്ടുണ്ട്, ബി യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ NFA ആൻഡ് DFA. DFA സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ അതേ കേസ്, അതായത് എല്ലാ ഇൻപുട്ടും എല്ലാ സ്റ്റേറ്റും യൂസ് ചെയ്തിരിക്കണം. NFAക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അതായത് എല്ലാ ഇൻപുട്ടും എല്ലാ സ്റ്റേറ്റും യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, എല്ലാ ഇൻപുട്ടും എല്ലാ സ്റ്റേറ്റും യൂസ് ചെയ്യണമെന്നില്ല. ഏതിൻ്റെ കേസിലാണ്? NFAയുടെ കേസിൽ. DFAയിൽ അത് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്.